കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിച്ചോ, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. നിങ്ങൾ ഫറവോയെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ജോസഫിനെ അറിയാത്ത ഫറവോ വരും. മനസ്സിലായോ? ഫറവോ നോക്കിക്കൊള്ളും എന്ന് വിചാരിച്ച എത്ര കാലം ഇരുന്നേ. പക്ഷെ എന്ത് ചെയ്തു? അടുത്ത ഫറവോ വന്നപ്പോ ജോസഫിനെ അറിയാതെ പോയി. എന്ന് പറഞ്ഞ പോലെ മനുഷ്യനെ ആശ്രയിക്കുന്നത് കെണിയാണ്. കർത്താവിന്റെ ഭക്തരെ, ദൈവത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ആമേൻ പറ, ആമേൻ പറ. പ്രതിഫലം ലഭിക്കാതിരിക്കില്ല. ആമേൻ പറ. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ചെലവഴിച്ചതൊന്നും ദൈവം മറന്നിട്ടുണ്ടെന്ന് ആരും കരുതരുത്. ഇന്നല്ലെങ്കിൽ നാളെ അത് തിരിച്ചു വരും. ഈ വിതയ്ക്കുന്നത് തിരിച്ചു വരും. വിതയ്ക്കുന്നത് കൊയ്യും. നന്മ വിതച്ചാൽ നന്മ കൊയ്യും. പ്രാർത്ഥന വിതച്ചാൽ അനുഗ്രഹം കൊയ്യും. അനുഗ്രഹം കൊയ്യും. മനസ്സിലായോ? വചനം വിതച്ചാൽ മാനസാന്തരം കൊയ്യും. അപ്പൊ എന്ത് വിതച്ചാൽ അതിനൊരു കൊയ്ത്തുണ്ട്. അപ്പൊ ഇന്ന് ഇരുന്ന് ദൈവത്തിന് മുമ്പ് ഞാൻ ഇത്രയും കാലം ധ്യാനകേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഞാൻ അങ്ങനെ ചിന്തിക്കരുത്. അതിന് പ്രതിഫലം കിട്ടും.